സിസറ ചിരിക്കും പനിശയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായി സ്വാഗതം. കോഴി കൊക്കിയാൻ സ്റ്റൈല് മാർക്ക് ചിരിയാണ്. ഇന്നത്തെ ചിരിയുമായി പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മറ്റാരുമല്ല, മലയാള സിനിമയുടെ പൊന്നാങ്കുടമായിട്ടുള്ള പൊന്നമ്മ ബാബുവാണ്. വെൽക്കം. ഒരു നല്ല കൈയ്യടി കൊടുക്കും. ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ? ചെറുതായിട്ടൊക്കെ. 10,000 രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിയാണ്. എത്ര? 10,000. അതെ, നല്ല അക്ഷരസ്ഫുടതല്ലേ. 10,000 നിങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളത്. 10,000 കുഴപ്പമില്ല. 10,000. അപ്പൊ ഈ പരിപാടിയിൽ എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപ ഈ കുട്ടി തരും. സാർ തരുന്നല്ല ആദ്യം പറഞ്ഞേ. അല്ല, ഉറപ്പല്ലേ? കൊടുക്കില്ലേ 10,000 രൂപ? 20,000 രൂപ. ഓക്കെ, 20,000 രൂപ. അപ്പൊ ആദ്യത്തെ ചോദ്യം 1000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആലപിച്ച ഗാനം ആരാലപിച്ചു? എങ്ങനെ? ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആലപിച്ച ഗാനം ആരാലപിച്ചു? MGR. കുറച്ചൊക്കെ ശരിയാകുന്നുണ്ട്, കുറച്ചൊക്കെ ഇങ്ങ് പോരട്ടെ. MG രാധാകൃഷ്ണൻ. കുറച്ചൊക്കെ ശരിയാവുന്നുണ്ട്, കുറച്ചും കൂടി ഇങ്ങ് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, കുറച്ചും കൂടി. കിട്ടിയില്ല. എന്റെ പുറത്തേക്ക് ഇറങ്ങട്ടെ, ഞാൻ കാണിച്ചു തരാം. എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്ക്, ഞാൻ വേറെ ക്ലൂ തരാം. ശരിക്കും ഞാനൊരു നടനെ അനുകരിച്ചതാണ്. ശ്രദ്ധിച്ചു. കറക്റ്റ് ആൻസർ ആണ്. ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആലപിച്ച ഗാനം മോഹൻലാൽ ആലപിക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ 1000 രൂപ സമ്മാനമായിട്ട്. അടുത്തത് 2000 രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിയാണ്. ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. സ്വാമിനാഥ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഈ സംഗീത പരിപാടികൾക്ക് മത്സരത്തിന് വരായിരുന്നില്ലേ? വന്നു കഴിഞ്ഞാൽ മുളയിൽ നുള്ളി കളയായിരുന്നു. ഓക്കെ, ഏതായാലും ആ പാട്ട് കൂടി പാടും. സ്വാമിനാഥ പരിപാലയ സുമാ. ചോദ്യം ഇതാണ്, സ്വാമിനാഥൻ ഉപയോഗിച്ച പരിപ്പ് ഏതായിരുന്നു? എ തൂരപ്പരിപ്പ്, ബി കടലപ്പരിപ്പ്, സി സോയാബീൻ പരിപ്പ്. കറക്റ്റ് ആൻസർ. ആരാന്റെ പരിപ്പ് കറക്റ്റ് ആൻസർ. നമ്മുടെ ടീമായിട്ട് ഞാൻ അച്ചാറ് കരുതിയിട്ടുണ്ട്. ഞാൻ കുപ്പിയും വെള്ളം കരുതിയിട്ടുണ്ട്. ഇനി 10,000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. മുമ്പോട്ട് പോകാമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപ കുട്ടി തരും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതുവരെ കിട്ടിയ പൈസ പോയി കിട്ടും. അയ്യോ ഇല്ല, പറയും. മലയാള സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം. ചെമ്മീൻ ഞാൻ ഉത്തരം പറഞ്ഞില്ലല്ലോ, ഞാൻ ചോദിച്ചു വരുന്നേലും. സ്വർണ്ണ കമലം നേടിത്തന്ന ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ സലിൽ ചൗധരിയാണെന്ന് ഈ കുട്ടിക്ക് വരെ അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ വന്നത് അതിന്റെ സംവിധായകൻ രാമക്കാരിയായിട്ടാണെന്ന് ഈ കേരളത്തിലുള്ള ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. അതിൽ നായകനായിട്ട് അഭിനയിച്ച മധു സത്യനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അത് വല്ല ചോദ്യമായിട്ടാണോ? ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. നായികയായിട്ട് അഭിനയിക്കുന്നത് ഷീലാമയാണെന്ന് ഇപ്പൊ ജനിച്ചു വീണ കൊച്ചിന് വരെ അറിയാം. ഇതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ചെമ്മീനെ പറ്റി എന്ത് ചോദിച്ചാലും പറയും. ഉറപ്പായിട്ടും 10,000 രൂപ കുട്ടിയുടെ പോകും. പറയും, ഉറപ്പാണ്. എന്ന ചോദ്യം പിടിച്ചു. ചെമ്മീൻ എന്ന സിനിമയുടെ വാൾ പോസ്റ്റ് അന്ന് എറണാകുളം ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചത് ആരാണ്? ചെമ്മീൻ എന്ന സിനിമയുടെ വാൾ പോസ്റ്റ് അന്ന് എറണാകുളത്തെ ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചത് ആരാണ്? ശശിയോ? ശശി ആരാ? നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട് അറിയുന്നതാണോ? അല്ല. അപ്പൊ അത് ശശി എന്ന് പറഞ്ഞ ഉത്തരം ആ കുട്ടി പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് സമ്മാനം ഇല്ല. ഞാൻ തന്നെ വെച്ചോളാം. നല്ലായിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ. പക്ഷെ എനിക്ക് ഞങ്ങളെ സമ്മതിക്കണല്ലേ ഇത്ര പെട്ടെന്ന് ഞങ്ങളിത് പ്ലാൻ ചെയ്തല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലേ? അങ്ങനത്തെ വർത്തമാനം പറയരുത്. അല്ലേ, പ്ലാൻ ചെയ്തോ നമ്മള്? 1-2 ഡയലോഗ്. അപ്പൊ ആൻസേഴ്സ് ഒക്കെ ശരിക്കും അറിയായിരുന്നു. പിന്നെ ചേച്ചിക്ക് അറിഞ്ഞു. പരിപ്പിന്റെ പേര് 3 പേര് പറഞ്ഞു. ഞാൻ അല്ലാത്ത പേരല്ലേ പറഞ്ഞേ? ആണോ? പരിപ്പിന്റെ പേരൊക്കെ വേറെ അല്ലേ പറഞ്ഞു. പിന്നെ ചെമ്മീനെ പറ്റി ചോദിച്ചാൽ മലയാള സിനിമയുടെ നിറകുടമാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ചെമ്മീനെ പറ്റി അറിയാതിരിക്കാവോ? ചെമ്മീന്റെ നിറകുടം. ചെമ്മീൻ്റെ അല്ല, എന്താ അറിയത്തിയോ? മലയാള സിനിമയുടെ നിറകുടം.